നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ബിസിനസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയൊരു ബിസിനസ് ഉണ്ടാവും. അപ്പം അംബാനിയുടെ കേസിൽ പറഞ്ഞാൽ അംബാനിയുടെ ഫാദറാണ്, മുകേഷ് അംബാനിയുടെയൊക്കെ ഫാദറാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതുപോലെ ഈ പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് വന്ന ബിസിനസ്സുണ്ട്, അല്ലാതെ നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ശരിക്കും പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് അവൻ്റെ ലക്കാണെന്ന് പറയാറുണ്ട്, അവൻ്റെ ഭാഗ്യമാണെന്ന് പറയാറുണ്ട്. ശരിക്കും ഈ ഒരു ബിസിനസ്സിൽ ലക്കിൻ്റെ ഫാക്ടർ ഇപ്പോൾ ഒരു സൈക്കോളജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും എപ്പോഴും പറയാറുണ്ടാവും അവൻ്റെ ഭാഗ്യത്തിന് എനിക്കറിയില്ല, ഭാഗ്യത്തിന് എന്തൊരു സ്ഥാനം ഉണ്ടോ ബിസിനസ്? സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ട്. ലക്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പക്ഷേ ലക്ക് വെറുതെ വരില്ല. നമ്മൾ ഈ റുബിക്സ് ക്യൂബൊക്കെ കളിക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ടകട വീണ് കഴിഞ്ഞാൽ മാത്രമേ ലക്ക് വീഴത്തുള്ളൂ. വെറുതെ മടി പിടിച്ചിരുന്ന് എനിക്ക് ബിസിനസ്മാൻ ആവണം, എനിക്ക് ബെൻസ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ലക്ക് വീഴില്ല. ലക്ക് വീഴണമെങ്കിൽ പ്യുവർ പാഷൻ, നമുക്കത് വേണമെന്നുള്ള കാര്യം നമ്മളുടെ ഉള്ളിനുള്ളിൽ ഈച്ച് ആൻഡ് എവറി നെർവ് ഷുഡ് നോ യു നീഡ് ഇറ്റ്. പിന്നെ അതിന് ഹാർഡ് വർക്ക് ചെയ്ത് അത് നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മൾ യൂണിവേഴ്സിനെ കൂടി നമ്മൾ ബോധിപ്പിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴികളിൽ, നമ്മൾ ചിന്തിക്കുന്ന വഴികളിൽ നമ്മൾ ആ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ദിസ് ലക്ക് വിൽ പ്ലേ എ ഫാക്ടർ. അല്ലാതെ നമ്മൾ എഫേർട്ട് ഇടുന്നില്ല, നമ്മൾ ഡിസിപ്ലിൻ നോക്കുന്നില്ല, നമ്മൾ ആ പോട്ടെ ഷോർട്ട് കട്ട് വഴിയിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ ലക്ക് വിൽ നോട്ട് പ്ലേ എ ഫാക്ടർ. ഫോർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് നത്തിങ് കംസ് ഈസി. ഒന്നും എളുപ്പമെന്ന് കിട്ടുന്നൊരു കാര്യമല്ല, സക്സസ് ഒട്ടും എളുപ്പമെന്ന് വരുന്ന സംഭവമല്ല. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ക്ഷമയോടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് വരുമ്പോൾ മാത്രമേ കിട്ടുന്ന ഒരു മധുരമായ ഒരു സംഭവമാണ് സക്സസ്.